വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 30th മാർച്ച്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 1st ഏപ്രിൽ മുതൽ 5th ഏപ്രിൽ വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഫ്രൈഡേയിലെ ട്രേഡിങ് നമ്മൾ കണ്ടു. 230 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞൊരു വർഷം നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേയധികം പ്രോഫിറ്റ്സ്, എസ്പെഷ്യലി സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ വലിയ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞൊരു വർഷമാണ്. അങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 23-24 വളരെ നല്ലൊരു പ്രോഫിറ്റുകൾ നമുക്ക് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഫ്രൈഡേയിൽ ട്രേഡിങ്ങോടുകൂടി അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വർഷവും ഫിനാൻഷ്യൽ ഇയർ 24-25 കുറേയധികം അവസരങ്ങൾ നമുക്ക് തരും. പക്ഷെ അവിടെ വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ടുള്ള പഠനത്തോടു കൂടി തന്നെ സ്റ്റോക്കുകൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഫിറ്റ്സ് നേടാനായിട്ടുള്ള അവസരങ്ങൾ മാർക്കറ്റ് തരും. അതിൽ കുറേ കൂടെയും കെയർഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഫിറ്റ്സ് നേടാൻ സാധിക്കും. കഴിഞ്ഞ ഫ്രൈഡേയിലും നമ്മൾ കാണാം, മിഡ് ക്യാപ് ഇൻഡെക്സ് നോക്കൂ. മിഡ് ക്യാപ് ഇൻഡെക്സ് 48,075 ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 49,780 വരെയുള്ള ഒരു ഹൈ നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ഇൻഡെക്സ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കഴിഞ്ഞ വീക്കിലൊക്കെ ഒരു കറക്ഷനോട് കൂടി 46,685 ഒരു ലോ സെറ്റ് ചെയ്തതിന് ശേഷം പക്ഷേ മിഡ് ക്യാപ് ഇൻഡെക്സ് തിരിച്ച് റീബൗണ്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ് ആണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം മിഡ് ക്യാപ് ഇൻഡെക്സ് ഓൾമോസ്റ്റ് ഒരു 14,846 വരെയും കറക്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നല്ല രീതിയിലുള്ളൊരു റീബൗണ്ടോടുകൂടി 15,270 വരെയുള്ള ഒരു റീബൗണ്ടോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡെക്സും സാധാരണ കാണാറുള്ളത് പോലെ തന്നെയുള്ള ഒരു ഈ ഇയർ എൻഡ്, ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സാധാരണ വരാറുള്ളത് പോലെയുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമേ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നടന്നിട്ടുള്ളൂ എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏപ്രിൽ മന്തിലേക്ക് കടക്കുന്നതോടുകൂടി വീണ്ടും ഈ സ്റ്റോക്കുകളെല്ലാം വളരെ ആക്റ്റീവ് ആകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ ഒരു പക്ഷേ കുറച്ച് പെന്നി സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ 100 രൂപ താഴെയുള്ളത്, പലതും 10 രൂപയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ കുറേയധികം പ്രോഫിറ്റ്സ് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ വർഷം ഇങ്ങനെയുള്ള പെന്നി സ്റ്റോക്കുകളിൽ നിന്ന് മാറി നല്ല സ്റ്റോക്കുകളിൽ, സ്മോൾ ക്യാപ്പിൽ തന്നെയാണെങ്കിലും നല്ല സ്റ്റോക്കുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മാർക്കറ്റ് ഇത്രയും ഹൈ ലെവൽസിൽ ട്രേഡ് ചെയ്തുകൊണ്ട് തന്നെയും അതുപോലെ തന്നെ റെഗുലേറ്റേഴ്സ് ഇതുപോലെയൊക്കെ കുറേയധികം ആക്ഷൻസ് ഒക്കെ എടുക്കുന്നതുകൊണ്ടൊക്കെ വളരെ നല്ല സ്റ്റോക്കുകളിലേക്ക് മാറി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയധികം പ്രോഫിറ്റ്സ് നേടാനുള്ള അവസരങ്ങളായിരിക്കും നമുക്ക് ഈ വർഷം നമുക്ക് ലഭിക്കുക. ഒരു സ്റ്റോക്ക് വലിയൊരു റാലി, ഒരു അപ് ട്രെൻഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സൽ സമയത്ത് ആ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മളെ സ്റ്റോക്കിനെ വീണ്ടും കുറേ കൂടെ സ്റ്റോക്ക് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആവറേജ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും വാങ്ങേണ്ടതെന്നുള്ള ഒരു പോയിന്റിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേയധികം ഡിസ്കസ് ചെയ്യാനുണ്ടായില്ല. അപ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കൽ ടൂളാണ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ എന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ അതിൽ കുറേയധികം പേര് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് സംശയം ചോദിക്കുകയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വരച്ച നമ്മൾ ആ സ്ലൈഡുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ ഞാനൊരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ബ്രോക്കേഴ്സിൻ്റെയും അവരുടെ ടെർമിനൽസിലും നമുക്കത് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് റീട്രേസ്മെൻറ്റ് ലെവൽസ് മാർക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് വ്യൂ എന്നുള്ള സോഫ്റ്റ്വെയറിലും ഇത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. അതിലും നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതിലൊരു സ്റ്റോക്കിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളൊരു നമ്മൾ റെക്കോർഡഡ് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് നമ്മളൊരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. എൻജിനീയേഴ്സ് ഇന്ത്യ എന്നുള്ള സ്റ്റോക്കിലാണ് നമ്മളിത്
ഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ചാർട്ടാണ്. ഇതിൽ നമുക്ക് കാണാം ഈ സ്റ്റോക്ക് ഒരു 116 മുതൽ ഒരു റാലി, ഒരു അപ് ട്രെൻഡിലൂടെ 274 വരെ ഒരു വലിയ റാലി നടത്തിയതിന് ശേഷം ആണ് അവിടെ നിന്ന് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വരയ്ക്കാൻ എപ്പോഴും ഒരു സ്വിംഗ് ലോയും ഒരു സ്വിംഗ് ഹൈയും ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് കാണാം ഏറ്റവും അടുത്തുള്ളൊരു സ്വിംഗ് ലോ ആയിരുന്നത് 116 ആണ് ഡെയിലി ചാർട്ടിൽ വരുന്നത് നമുക്ക് കാണാം. അതിനുശേഷമുള്ള ഹൈ വരുന്നത് 274 ആണ്. ആ 274 നിന്നുള്ളൊരു കറക്ഷനാണ് എവിടെയാണ് അതിൻ്റെ സപ്പോർട്ട് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് ആണ് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ ഈ ചാർട്ടിൽ. നമ്മളിവിടെ ലെഫ്റ്റിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ ടെർമിനലിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫിബ് റീട്രേസ്മെൻറ്റ് എന്നുള്ള ഒരു ഐറ്റം നമുക്ക് അവിടെ ഏറ്റവും ടോപ്പിൽ തന്നെ കാണാൻ സാധിക്കും. അവിടെ ബാക്കിയുള്ള അതുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഫിബ് റീട്രേസ്മെൻറ്റ് എന്നുള്ള അത് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലോവർ ലെവൽ മാർക്ക് ചെയ്തിട്ടുള്ള 116ൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് വീണ്ടും അടുത്ത നമ്മുടെ ലെവലായിട്ടുള്ള 274ലേക്ക് അത് ഡ്രാഗ് ചെയ്തതിന് ശേഷമാണ് 274ലേക്ക് ഡ്രാഗ് ചെയ്ത്, കാരണം സ്വിംഗ് ഹൈ വരുന്നത് അവിടെയാണല്ലോ. അപ്പോൾ 274ലേക്ക് അത് ഡ്രാഗ് ചെയ്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നതിൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇതിൽ 23.6% വരുന്നത് 237 ആണെന്നുള്ളത്, 38.2% വരുന്നത് 214 ആണെന്നുള്ളത്, 61.8% വരുന്നത് 176 ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ 61.8% വരെ റീട്രേസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യും എന്നുള്ളത് നമുക്കിത് ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ അത് വന്നതിന് ശേഷം അവിടെ നിന്ന് അത് റീബൗണ്ട് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലൊരു സപ്പോർട്ട് ലെവൽ നമ്മളൊരു സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ വന്ന് ആ സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യുന്ന ലെവൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ 61.8% റീട്രേസ് ചെയ്ത് വരുന്ന ഒരു പോയിന്റിൽ എൻട്രി എടുക്കുക, പുതിയ ഫ്രഷ് എൻട്രി, അല്ലെങ്കിൽ വീണ്ടും കയ്യിലുള്ള സ്റ്റോക്കിനെ ആവറേജ് ചെയ്യാനായിട്ട് നമ്മൾ ആ ലെവലിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഈ 61.8% എന്ന് പറയുന്ന 176 ലെവലിന് അടുത്ത് എത്തുമ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ ലെവൽസ് ഉപയോഗിക്കാം. അതിനുശേഷമുള്ള റാലി പലപ്പോഴും 61.8% വരെയും ഉള്ള കറക്ഷന് ശേഷമുള്ള റാലി പലപ്പോഴും വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം വലിയൊരു സെൽ ഓഫ് കഴിഞ്ഞ ശേഷം ആയതുകൊണ്ട് ആ റീബൗണ്ടും വളരെ ഫാസ്റ്റായിട്ട് നടക്കും എന്നുള്ളത് തന്നെയാണ് ഈ ടൂൾ ഉപയോഗിക്കുമ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടെ. നമുക്ക് എഞ്ചിനീയേഴ്സ് ഇന്ത്യ നമുക്കറിയാം മിഡ് കോപ്പ് സ്റ്റോക്കുകളുടെ ആ ഒരു കറക്ഷനോട് കൂടിയാണ് അത് മൂവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്നുകൂടെ ഞാൻ ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽ ഒന്നുകൂടെ ഞാൻ മാർക്ക് ചെയ്ത് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം 116 എന്നുള്ള ലെവലിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം 274ലേക്ക് ഡ്രാഗ് ചെയ്തതിന് ശേഷം അവിടെയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽ മാർക്ക് ചെയ്ത് കിട്ടുകയാണ്. 61.8% എന്നുള്ള ലെവലിൽ നിന്ന് എൻട്രി എന്നുള്ള ലെവൽ നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് ഞാൻ ഒരു വീഡിയോ, ഞാനതൊന്നൊരു റെക്കോർഡ് വീഡിയോ, നമുക്ക് ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ കൂടെ പ്ലേ ചെയ്യാം. അപ്പോൾ 116 നിന്ന് മൂവ് ചെയ്യുമ്പോഴുള്ള അതിനുശേഷം കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിത് ഡ്രോ ചെയ്യേണ്ടത്. നമുക്കത് ഇവിടെ നിന്ന് ഒരു റെക്കോർഡ് വീഡിയോ നമുക്ക് കൂടെ കാണാം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽസ് മാർക്ക് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 274 വരെ എത്തുമ്പോഴാണ് നമ്മൾ ഈ റീട്രേസ്മെൻറ്റ് വരയ്ക്കുന്നത്. അവിടെ നിന്ന് സ്റ്റോക്ക് വീണ്ടും കറക്റ്റ് ചെയ്ത് നമുക്ക് കാണാം 176 വന്നതിന് ശേഷം
അവിടെ നിന്ന് റീബൗണ്ട് ചെയ്ത് നമുക്കിതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിനെ നമ്മൾ വരയ്ക്കുന്നതും അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റോക്കിന് എൻട്രി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എൻജിനീയേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ. നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കിൻ്റെ കൂടെ ഒരു റെക്കോർഡ് വീഡിയോ കൂടെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കാണുന്നത് റെയിൽടെൽ എന്നുള്ള സ്റ്റോക്കിൻ്റെ റെക്കോർഡ് വീഡിയോ ആണ്. റെയിൽടെലിൻ്റെ റെക്കോർഡ് വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്റ്റോക്ക് ഒരു 202 മുതൽ 492 വരെയും ഒരു റാലി നടത്തിയതിന് ശേഷമാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാനില്ല. അപ്പോൾ അവിടെ അതിന് ശേഷമാണ് സ്റ്റോക്കിൻ്റെ ഒരു ഷാർപ്പായിട്ടൊരു കറക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ എന്താ നമ്മൾ ഓൾറെഡി ഞാൻ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 202 492 ഹൈയും ആയിട്ടുള്ള ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നതും അത് ഹൈയിൽ ടച്ച് ചെയ്തതിന് ശേഷം അത് താഴേക്ക് വരുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. ഇതുപോലെയുള്ള റീട്രേസ്മെൻറ്റ് ലെവൽസ് നമുക്ക് വരയ്ക്കണമെങ്കിൽ ഹൈ കൂടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് റീട്രേസ്മെൻറ്റ് ലെവൽ വരയ്ക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അത് എങ്ങനെയാണ് സപ്പോർട്ട് ലെവലായിട്ടുള്ള നമ്മുടെ 61.8% വന്നതിന് ശേഷം എങ്ങനെയാണ് റീബൗണ്ട് ചെയ്യുന്നത് കാണാനാണ് ഞാൻ നമ്മൾ ഈ റെക്കോർഡ് വീഡിയോ ഉപയോഗിക്കുന്നത്. 380 ലെവലിന് മുകളിലേക്ക് ആ പുതിയ ഹൈ ടെസ്റ്റ് ചെയ്യാനായിട്ട് റെയിൽടെൽ എന്നുള്ള സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. 492 ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നുള്ള പെട്ടെന്നുള്ള ആ സെൽ ഓഫിൽ നമ്മുടെ കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുള്ള മിഡ് ക്യാപ്പിൻ്റെ സെൽ ഓഫിൽ സ്റ്റോക്ക് 61.8%ലേക്ക് വന്നിരിക്കുന്നത് കാണാം. 330 ലെവലിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നുള്ള റീബൗണ്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇങ്ങനെയാണ് നമ്മൾ 61.8%ലേക്കുള്ള ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിലുള്ള ഒരു പുൾ ബാക്കിൽ നമ്മൾ സ്റ്റോക്കിൽ ആവറേജ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ 1-2 വീഡിയോയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിലും ഈ വീഡിയോയിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. എന്തായാലും കുറച്ച് പേര് അധികം പേര് കഴിഞ്ഞ വീക്കിൽ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഫോർമുല വരയ്ക്കാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിൽ ഹൈയും ലോയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഇനി കുറച്ച് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ തന്നെ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ച് ഓവർ എ പീരീഡ് ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 23-24 കുറേയധികം പ്രോഫിറ്റ്സ് നമുക്ക് ഡയമണ്ട് പിക്ക് സീരീസ് എന്നുള്ള ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ സീരീസിലൂടെ നമുക്ക് നേടി നൽകാനായിട്ട് നമ്മുടെ മലയാളികൾക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുറേയധികം ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ക്ലയൻസിന് അതിൽ പ്രോഫിറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. പല സ്റ്റോക്കുകളും നമ്മൾ ടാർഗറ്റിനടുത്തും അതിന് മുമ്പൊക്കെ ആയിട്ട് പലപ്പോഴും നമ്മൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ഡയമണ്ട് പിക്സ് ടാർഗറ്റിന് മുകളിലേക്ക് പിന്നെയും കുറേയധികം 100% അച്ചീവ് ചെയ്തതിന് ശേഷം പല സ്റ്റോക്കുകളും 200% അതിലേക്ക് മുകളിൽ പോകുന്നതുകൊണ്ട് തന്നെ മറ്റ് ക്ലയൻസ് മറ്റ് വ്യൂവേഴ്സ് പലരും ഇതിൽ കുറേയധികം പ്രോഫിറ്റ്സ് കഴിഞ്ഞ വർഷം നേടുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ 23-24 എന്നുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത ഡയമണ്ട് പിക്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് മാത്രമല്ല പല ക്ലയൻസും ഞങ്ങളുടെ അഡ്വൈസ് അനുസരിച്ച് 100% എന്നുള്ള ടാർഗറ്റ് എത്തുമ്പോൾ അത് പ്രോഫിറ്റ് കോസ്റ്റ് വിഡ്രോ ചെയ്യുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന മെത്തേഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ബാലൻസ് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്തിരുന്നുകൊണ്ട് തന്നെ പലർക്കും പിന്നീടും ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷമുള്ള റാലിയിലും കുറേയധികം പ്രോഫിറ്റ്സ് നേടാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 10 സീരീസ് മുതലാണ് ഈ ഫിനാൻഷ്യൽ ഇയർ ഞങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് 10 റെക്കമെൻഡേഷൻസ് ഡയമണ്ട് പിക്ക് സീരീസ് ഞങ്ങൾ അതിന് മുമ്പത്തെ വർഷം നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വർഷത്തെ ഡയമണ്ട് പിക്ക് സീരീസിലെ സ്റ്റോക്കുകളാണ് ഡയമണ്ട് പിക്ക് 10 സാൾസർ ഇലക്ട്രോണിക്സ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 175-നും 210-നും ഇടയിൽ അക്യുമുലേറ്റ് ചെയ്യാനാണ് അഡ്വൈസ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 630 എന്നുള്ള ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ 200% പ്രോഫിറ്റ് നേടാനായിട്ട് സാൾസർ ഇലക്ട്രോണിക്സിൽ സാധിക്കുകയുണ്ടായി. അതിനുശേഷം ഈ സ്റ്റോക്ക് റാലി ചെയ്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ക്രോസ് ചെയ്തിരിക്കുന്നത് 838 ലെവലിലാണ്. അപ്പോൾ
സാൽസർ ഇലക്ട്രോണിക്സ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂജ് പ്രോഫിറ്റ്സ് നമ്മുടെ ക്ലയൻസിന് നേടി നൽകാനായിട്ട് സാധിച്ച ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. അതുപോലെ ഡയമണ്ട് പിക്ക് 11 എന്ന് പറയുന്നത് RK ഫോർജ് എന്നുള്ള സ്റ്റോക്കായിരുന്നു. ഈ സ്റ്റോക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 165 അതിനുശേഷം ഈ സ്റ്റോക്ക് നമുക്കറിയാം 713 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ 332% പ്രോഫിറ്റാണ് നമ്മുടെ ക്ലയൻസിന് ഈ സ്റ്റോക്കിൽ നിന്ന് നേടാനായിട്ട് സാധിച്ചത്. അതുപോലെ മറ്റ് ഡയമണ്ട് പിക്ക് 12 എന്നുള്ളത് സെൻടെക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 185 ലെവലിലായിരുന്നു. ഓഗസ്റ്റ് 22 ഞങ്ങൾ ആ സ്റ്റോക്കിന് റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്കിൻ്റെ വലിയൊരു റാലിയോടുകൂടി ഈ സ്റ്റോക്ക് ഒരു 956 എന്നുള്ള ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 416% പ്രോഫിറ്റ് നേടാനായിട്ട് ഞങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്കിപ്പോൾ കാണാം സ്നൈഡർ എന്നുള്ള ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 13 ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തത് 185 ലെവലിലായിരുന്നു. ഈ സ്റ്റോക്കിന് ഒരു 741 ലെവലിലേക്ക് ഒരു മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 300% പ്രോഫിറ്റ് നേടാനായിട്ട് സ്നൈഡർ ഇലക്ട്രിക് എന്നുള്ള ഈ സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു ഡയമണ്ട് പിക്ക് 13 ആസ്ട്ര മൈക്രോവേവ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 320 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. 645 എന്നുള്ള ലെവലിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 101% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആസ്ട്ര മൈക്രോവേവ് എന്നുള്ള സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ ഡയമണ്ട് പിക്ക് 15 കിർലോസ്കർ ബ്രദേഴ്സ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 320 ലെവലിലാണ്. ഈ സ്റ്റോക്ക് ഹ്യൂജ് റാലിയോടുകൂടി 1125 വരെ മൂവ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം 1125 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ 251% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് കിർലോസ്കർ ബ്രദേഴ്സ് എന്നുള്ള ഡയമണ്ട് പിക്ക് 15 ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ ഡയമണ്ട് പിക്ക് 16 ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 95 ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് 345 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 263% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ ഡയമണ്ട് പിക്ക് 16 ടൈം ടെക്നോപ്ലാസ്റ്റ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് 80 ലെവലിലായിരുന്നു. ഈ സ്റ്റോക്ക് 172 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് 115% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ വീക്കിലും ഈ സ്റ്റോക്ക് ഒരു 249 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ടൈം ടെക്നോപ്ലാസ്റ്റ് ഇപ്പോഴും ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് ഈ റെക്കമെൻഡേഷനിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഡയമണ്ട് പിക്ക് സീരീസ് ഒരു ഹ്യൂജ് സക്സസ് ആയിട്ടുള്ള സീരീസാണ്. നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടി നൽകാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു സീരീസാണ്. ഇതിൽ ഇങ്ങനെയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. കാരണം നമുക്കറിയാം എല്ലാവരും കോവിഡിൻ്റെ ആ ഒരു സെറ്റ് ബാക്കിൽ നിന്നൊക്കെ പുറത്ത് വരുന്ന ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതിരുന്നൊരു സമയത്താണ് 100% ഒക്കെ പ്രോഫിറ്റ് നേടുന്ന രീതിയിലുള്ള ഈ ഡയമണ്ട് പിക്ക് സീരീസിലൂടെ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റും വെൽത്തും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസിൻ്റെ ഒരു ടൈമും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഡയമണ്ട് പിക്ക് സീരീസിന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ സ്റ്റോക്കിനെ കുറിച്ച് മറ്റുള്ളവരോടൊക്കെ ആ പാക്കേജിനെ കുറിച്ച് മറ്റുള്ളവരോട് അതിൻ്റെ സക്സസിനെ കുറിച്ച് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുകയും ചെയ്ത് എല്ലാവരോടും ഞാൻ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ ഒന്നുകൂടെ നന്ദി പറയുകയാണ്. അടുത്ത വർഷവും നമുക്ക് ഡയമണ്ട് പിക്ക് സീരീസിലൂടെ ഹ്യൂജ് പ്രോഫിറ്റ് നേടാൻ സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. നമുക്കതിന് സാധിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ട്രിപ്ലസിങ് ഡെലിവറി റെക്കമെൻഡേഷൻ എന്നുള്ള പാക്കേജിൽ ഷോർട്ട് ടൈമിൽ നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടുന്ന മെത്തേഡാണ്. ആ മെത്തേഡിലൂടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്യുള്ളൂ. നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഒരു 13 to 25% പ്രോഫിറ്റ് ആകുമ്പോൾ ബുക്ക് ചെയ്യുന്ന മെത്തേഡാണ് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്നുള്ള ഞങ്ങളുടെ പാക്കേജിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ കഴിഞ്ഞ ഒരു വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മോർ ദാൻ 90% സക്സസ് റേറ്റ് ഉണ്ട്. അതിലൂടെ വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നമുക്ക് നേടാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ പല പ്രാവശ്യം നമ്മളിതുപോലെയുള്ളൊരു 13 to 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റലൊക്കെ പലപ്പോഴും ഡബിൾ ആകാൻ അധികം സമയം എടുക്കാറില്ല. അപ്പോൾ അത് ആ രീതിയിൽ വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് നേടുകയും അതുപോലെ തന്നെ കുറേയധികം സ്റ്റോക്കുകളിൽ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 60 റെക്കമെൻഡേഷൻസോളം ഒരു പാക്കിൽ ഒരു ക്ലയൻറ്റിന് ലഭിക്കും. സ്വിംഗ് ഡെലിവറി പലപ്പോഴും നമുക്ക് ആനുവൽ പാക്കാണ്, ഒരു വർഷത്തേക്കുള്ള പാക്കാണ് സ്വിംഗ് ഡെലിവറി എന്നുള്ള പാക്ക്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം ഓൾമോസ്റ്റ് ഒരു 60 റെക്കമെൻഡേഷൻസ് ലഭിക്കുകയും ആ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടാനുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു പേടി മാറി നമുക്ക് വളരെ നല്ല
ഒരു കോൺഫിഡൻസോടുകൂടി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പാക്കിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മുടെ ഈ പുതിയ ഫൈനാൻഷ്യൽ ഇയറിൽ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇതുവരെ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ആ പാക്ക് എടുക്കാവുന്നതാണ്. കാരണം കുറേയധികം റെക്കമെൻഡേഷൻസ് നമുക്കതിലൂടെ പ്രോഫിറ്റ്സ് നേടിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവലാണ് പിന്നീടുള്ള നമ്മുടെ ഡയമണ്ട് പിക്സിലേക്കും അതുപോലെ തന്നെ ഗോൾഡൻ പിക്സിലേക്കും അതുപോലെ വെൽത്ത് ബിൽഡർ പാക്കിലേക്കൊക്കെ മാറി വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പാക്കുകളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നൽകുക. അപ്പോൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് ആനുവൽ പാക്കിൽ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് പ്രത്യേകിച്ചും ആ ഒരു പാക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നൽകുക. എന്തായാലും ഞങ്ങളുടെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് ഗോൾഡൻ പിക്ക് 6 റിലീസ് ചെയ്തു. ഗോൾഡൻ പിക്ക് 6 ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞങ്ങളുടെ ഈ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൻ്റെ എങ്ങനെയാണ് ഇതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ മാസം ഞങ്ങൾ ബുക്ക് ചെയ്ത ചില സ്റ്റോക്കുകളുടെ എക്സാമ്പിൾസോടുകൂടി നമുക്കൊന്ന് നോക്കാം. അതിൽ കഴിഞ്ഞ മാസം ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ് ഗെയിൽ എന്നുള്ള സ്റ്റോക്ക്. ഞങ്ങൾ ഗെയിലിൽ 170ക്കാണ് എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം 192ൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ TD പവർ സിസ്റ്റംസ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 265-നാണ്. അതിനുശേഷം 330ൽ ഞങ്ങൾ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 24% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് TD പവർ സിസ്റ്റംസിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ LG എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 570-ലായിരുന്നു. അതിനുശേഷം 645ൽ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ ഷ്നൈഡർ ഇലക്ട്രിക് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 475-ലാണ് എൻ്റർ ചെയ്തിരുന്നത്. 595ൽ ഞങ്ങൾ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഷ്നൈഡർ ഇലക്ട്രിക്കലിൽ ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ നമ്മുടെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് കുറേയധികം സ്റ്റോക്സ് ഞങ്ങൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കുകളിൽ 90% ആക്യുറസി ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇനി നെക്സ്റ്റായിട്ട് കഴിഞ്ഞ വീക്കിലെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്സ് ഒന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ 19% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഏഞ്ചൽ 1 16% ഉയർന്നും. ഇൻഡസ് ടവേഴ്സ് 16% ഉയർന്നും. VIP ഇൻഡസ്ട്രീസ് 14% ഉയർന്നും. ഏജിസ് ലോജിസ്റ്റിക്സ് 14% ഉയർന്നും. കല്യാൺ ജ്വല്ലേഴ്സ് 13% ഉയർന്നും. ഫിനോലെക്സ് കേബിൾസ് 12% ഉയർന്നും. അപ്പർ ഇൻഡസ്ട്രീസ് 12% ഉയർന്നും. ഗോദാവരി പവർ ആൻഡ് ഡിസ്പാറ്റ് 12% ഉയർന്നും. BSE ലിമിറ്റഡ് 12% ഉയർന്നും. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് 11% ഉയർന്നും. അൽകാർഗോ ലോജിസ്റ്റിക്സ് 11% ഉയർന്നും. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് 11% ഉയർന്നും. ഐനോക്സ് വിൻഡ് 11% ഉയർന്നും. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് 9% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കുകളും ഒരു അപ് ട്രെൻഡിലായതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കാം. ജസ്റ്റ് 3 ഡേയ്സിൻ്റെ വർക്കിംഗ് ഡേയ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ വീക്കിൽ 941.1 crores സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 12,678.4 crores ബയേഴ്സും ആയിരുന്നു. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി 22 മാർച്ചിന് ക്ലോസ് ചെയ്തത് 22,096-ലാണ്. 26 മാർച്ചിൽ നിഫ്റ്റി ക്ലോസ് 92 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. 27th മാർച്ചിന് 118 പോയിൻറ്റ്സ് ഉയർന്നും. അതിനുശേഷം 28th മാർച്ചിന് 203 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. എന്തായാലും നിഫ്റ്റി 230 പോയിൻറ്റ്സ് ആഡ് ചെയ്ത് നിഫ്റ്റി ഈ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,326-ലാണ്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം നിഫ്റ്റി മാർച്ച് മന്തിൽ 344 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 20,422-ലും, 100 DMA വരുന്നത് 21,388-ലും, 50 DMA വരുന്നത് 21,969-ലും, 20 DMA വരുന്നത് 22,194-ലുമാണ്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിയുടെ പിവറ്റ് പോയിന്റ് വരുന്നത് 22,263-ലാണ്. നിഫ്റ്റിയുടെ ഈ 22,263-ക്ക് മുകളിൽ റെസിസ്റ്റൻസ് ലെവൽസ് വരുന്നത് 22,579, 23,004, 23,147, 23,382, 23,913 എന്നീ ലെവൽസാണ്.
അതേസമയം 22,263 താഴെ സപ്പോർട്ട് ലെവൽസ് ആയിട്ട് നിൽക്കുക 22,010, 21,849, 21,695, 21,371, 21,032, 20,213 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. നിഫ്റ്റിയുടെ അപ്പർ റേഞ്ച് 23,147 ലോവർ റേഞ്ച് 21,371 ആണ്. പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 22,263 ആയിരിക്കും. അടുത്ത നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 125 നമുക്ക് PNBക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ 140 ആണ്. ഈ ലെവലിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതുപോലെ നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ടൈം ടെക്നോപ്ലാസ്റ്റ് ആണ്. നമ്മൾ ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 250 ലെവലിലാണ്. ഈ 250ക്ക് മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് ലഭിക്കുകയാണെങ്കിൽ ടൈം ടെക്നോപ്ലാസ്റ്റിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു അടുത്ത റെസിസ്റ്റൻസ് ലെവൽ 280 ആണ്. അതുകൊണ്ട് നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ടൈം ടെക്നോപ്ലാസ്റ്റ് ആണ്. അടുത്തത് നമുക്ക് സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ്, ടോറന്റ് പവർ, സെൻസാർ ടെക്നോളജി, സൊമാറ്റോ, അതുപോലെ തന്നെ LNT എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളും നമുക്ക് അടുത്ത വീക്കിൽ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. എല്ലാവർക്കും വളരെ നല്ല ഈസ്റ്റർ ആശംസകൾ നേരുന്നു. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിൽ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.